الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ഇന്നിനി നമുക്ക് സൂറത്തുൽ അംഫാലിലെ 5-6 ആയത്തുകൾ മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كما أخرجك ربك من بيتك بالحق وإن فريقا من المؤمنين لكارهون. يجادلونك في الحق بعدما تبين كأنما يساقون إلى الموت وهم ينظرون. كما أخرجك ربك, താങ്കളുടെ നാഥൻ താങ്കളെ പുറപ്പെടുവിച്ചതുപോലെ, മിൻ ബൈത്തിക്ക, താങ്കളുടെ വീട്ടിൽ നിന്നും, ബിൽ ഹഖ്, സത്യവും കൊണ്ട്, ന്യായവും കൊണ്ട്, വ ഇന്ന ഫരീഖം മിനൽ മുഅ്മിനീന, വിശ്വാസികളിൽ നിന്നുള്ള ഒരു സംഘം, ലകാരിഹൂൻ, വെറുക്കുന്നവരായിരുന്നു. യുജാദിലൂനക, അവർ താങ്കളോട് തർക്കിക്കുന്നു, ഫിൽ ഹഖ്, സത്യത്തിൻ്റെ വിഷയത്തിൽ, ബഅദമാ തബയ്യന, അവർക്ക് വ്യക്തമായിട്ടും കാര്യം ബോധ്യമായിട്ടും അവർ തർക്കിക്കുകയാണ്. കഅന്നമാ യുസാഖൂന ഇലൽ മൗത്തി, അവർ മരണത്തിലേക്ക് നയിക്കപ്പെടുന്നത് പോലെ, തെളിക്കപ്പെടുന്നത് പോലെ. വഹും യൻളുറൂൻ, അവർ നോക്കിയിരിക്കെ. വഹും യൻളുറൂൻ, അവർ നോക്കുന്നു എന്നാണ് വാക്കിനർത്ഥം. മുന്നിൽ മരണം കണ്ടുകൊണ്ട് അതിലേക്ക് തെളിച്ചു കൊണ്ടുപോകപ്പെടുന്നവരെ പോലെയാണ് അവർ ഈ വിഷയത്തിൽ അങ്ങയോട് തർക്കിക്കുന്നത്. ഒന്നുകൂടെ അർത്ഥം പറയാം. കമാ അഖ്റജക റബ്ബുക, താങ്കളുടെ നാഥൻ താങ്കളെ പുറപ്പെടുവിച്ചതുപോലെ. എന്താണത് അപ്പോൾ ഉണ്ടായതുപോലെ എന്നാ? എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധത്തിൽ, ആ ബദർ യുദ്ധത്തിൻ്റെ മുമ്പ് യഥാർത്ഥത്തിൽ അവർ പുറപ്പെടുന്നത് അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിൽ സിറിയയിൽ നിന്ന് മദീനയിലൂടെ മക്കയിലേക്ക് പോകുന്ന 50-ൽ താഴെ വരുന്ന യാത്രാ സംഘത്തെ പിടികൂടാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് അങ്ങനെ ഒരു യാത്രാ സംഘത്തെ പിടികൂടാൻ? അവരുടെ യാത്രാസംഘമല്ല, കച്ചവട സംഘം. അവരുടെ കയ്യിൽ കച്ചവട മുതലുകളുണ്ട്. ഖുറൈശികളിലെ ഒട്ടുമിക്ക ആളുകൾക്കും അവകാശപ്പെട്ട കച്ചവട മുതലാണ് സമർത്ഥനായ വ്യാപാരിയായ അബൂ സുഫിയാൻ സിറിയയിൽ പോയി കച്ചവടം നടത്തി ലാഭവുമായി തിരിച്ചു വരുന്നത്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അദ്ദേഹത്തിൻ്റെ അനുയായികളുടെയും പക്കൽ നിന്ന് മക്കയിൽ പിടിച്ചെടുത്ത സ്വത്തുക്കളൊക്കെ ഉണ്ട്. അവരിട്ടു പോന്ന സ്വത്തുക്കളൊക്കെ ഇപ്പോൾ മക്കക്കാരുടെ പിടിയില്ല, ഖുറൈശികളുടെ പിടിയില്ല. ഇവരിട്ടെറിഞ്ഞ് പോന്നതല്ല, അവരിട്ടെറിഞ്ഞ് പോരാൻ നിർബന്ധിക്കപ്പെട്ടതാണല്ലോ. അപ്പോൾ അബൂ സുഫിയാനും സംഘവും ഈ കച്ചവട മുതലുമായി മടങ്ങി വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട സമ്പത്തിൽ നിന്നൊരല്പമെങ്കിലും തിരിച്ചു കിട്ടണം എന്ന നിലപാടിൽ അവരെത്തിച്ചേരുകയാണ്. അവരെ നമുക്ക് വഴിയിൽ തടയണം എന്നൊരു ധാരണയുണ്ടായപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗം അതിൽ വലിയ താല്പര്യം കാണിച്ചില്ല. അതൊരു നയംമാറ്റമാണ്. അങ്ങനെ നമ്മൾ ഇതുവരെ ചെയ്യാത്തതാണ് തുടങ്ങിയ അഭിപ്രായ വ്യത്യാസങ്ങൾ അവരിലുണ്ടായി. അതാണ് ഇപ്പോൾ ഇവിടെ എടുത്തു പറയുന്നത്. കമാ അഖ്റജക റബ്ബുക, താങ്കളുടെ റബ്ബ് പുറപ്പെടുവിച്ചപ്പോൾ ഉള്ളതുപോലെ.
അത് ഇപ്പോൾ ഇവിടെ ഒരു അഭിപ്രായ വ്യത്യാസം പിന്നെ ഉണ്ടായത് എന്താണ്? ബദർ യുദ്ധം കഴിഞ്ഞ് അതിൽ വിജയം നേടി അതിലെ ഗനീമത്ത് മുതൽ, ഗനീമത്ത് പറഞ്ഞ തന്നെയാണ് അൻഫാൽ, അത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ തർക്കിക്കാണ് ഇവർ. അപ്പോൾ ഈ തർക്കം അന്ന് നമ്മൾ ആ കച്ചവടയാത്രയെ തടയാൻ പോകേണ്ടതില്ല. കച്ചവടയാത്ര മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ടപ്പോൾ ഖുറൈശികൾ അവിടുന്ന് ഇങ്ങോട്ട് യുദ്ധത്തിന് പുറപ്പെട്ടിരിക്കണം. പിന്നെ അവർക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റൂല മുസ്ലിമീങ്ങൾക്ക്. അവരവിടുന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു പോന്നു. ആരോട്? 1000-ഓളം പടയാളികൾ എല്ലാ ആഡംബരത്തോടും കൂടിയിട്ട് മദീനയിലെ മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ പുറപ്പെടാൻ. പിന്നെ മദീനയിലെ മുസ്ലിമീങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ യുദ്ധത്തിന് ഇല്ല എന്ന് പറഞ്ഞ് മാറിപ്പോരണം. അല്ല, അള്ളാഹു തആല തീരുമാനിച്ച് നടപ്പാക്കുകയാണ്. അപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞു. യുദ്ധാർജിത മുതലുകൾ ഓരി വെക്കുന്ന വിഷയത്തിൽ നേരത്തെ കച്ചവട സംഘത്തെ തേടിപ്പോകാൻ പറഞ്ഞപ്പോൾ തന്നെ താല്പര്യമില്ലാത്ത ആൾക്കാർ, പിന്നെ ബദർ യുദ്ധം നടക്കും, മക്കയിൽ നിന്ന് പുറപ്പെട്ട ഖുറൈശി സംഘത്തെ അവരുമായി നമുക്ക് ഏറ്റുമുട്ടേണ്ടി വരും എന്നൊരു തീരുമാനമുണ്ടായപ്പോൾ അവർക്ക് കൂടുതൽ മടുപ്പായി. അവരാണ് ഇപ്പോൾ യുദ്ധം മുതൽ കിട്ടിയപ്പോൾ ഞങ്ങൾ ഉണ്ടായിട്ടല്ലേ ഇപ്പോൾ ജയിച്ചത്, നമുക്കുമാണ് ഓരി വെക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, കിട്ടിയവർക്ക് എടുക്കാം എന്നുള്ള തർക്കത്തിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അച്ചടക്ക രാഹിത്യം ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള മുസ്ലിം സംഘത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ഉണ്ടായതുപോലെയുള്ള ഒരു അച്ചടക്ക രാഹിത്യം മുസ്ലിം സമാജത്തിനിടക്ക് മുമ്പ് ഉണ്ടായത് ഓർമ്മപ്പെടുത്തുകയാണ്. മുമ്പ് എപ്പോഴാണ് ഉണ്ടായത്? ആ കച്ചവട സംഘത്തെ തേടി പോകുമ്പോഴും ആ കച്ചവട സംഘം വേറെ വഴിയിലൂടെ രക്ഷപ്പെടുകയും ഖുറൈശികൾ മുസ്ലിമീങ്ങളോട് ഏറ്റുമുട്ടാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തപ്പോൾ അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സൂചിപ്പിച്ചു കൊണ്ടാണ് കമാ അഖ്റജക റബ്ബുക, നിൻ്റെ നാഥൻ നിന്നെ പുറപ്പെടുവിച്ചപ്പോൾ വീട്ടിൽ നിന്ന് കച്ചവട സംഘത്തെ തേടിക്കൊണ്ട് പുറത്തിറക്കിയപ്പോൾ ആ കച്ചവട സംഘത്തെ തേടി പുറപ്പെട്ട സംഘത്തിന് ഏറ്റുമുട്ടേണ്ടി വന്നത് സൈന്യവുമായിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ അള്ളാഹ് സൂചിപ്പിക്കുന്നത്, കമാ അഖ്റജക റബ്ബുക, താങ്കളുടെ നാഥൻ താങ്കളെ പുറപ്പെടുവിച്ചതുപോലെ മിൻ ബൈത്തിക, താങ്കളുടെ വീട്ടിൽ നിന്ന് ബിൽ ഹഖ്, ന്യായവും കൊണ്ട്. ന്യായമായിരുന്നു അവരുടെ ആ പോക്ക്, അവരുടെ ആവശ്യം ന്യായമായിരുന്നു, അല്ലെങ്കിൽ സത്യമായിരുന്നു. അതുപോലെ അന്നുണ്ടായതുപോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ യുദ്ധമുതലുകൾ ഓഹരി വെക്കുന്ന വിഷയത്തിലും അല്ലെങ്കിൽ യുദ്ധാർജിത മുതലുകൾ എന്ത് ചെയ്യണമെന്ന വിഷയത്തിലും ഉണ്ടായിരിക്കുന്നത്. കമാ അഖ്റജക റബ്ബുക മിൻ ബൈത്തിക ബിൽ ഹഖ്, താങ്കളുടെ നാഥൻ താങ്കളെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയപ്പോൾ അല്ലെങ്കിൽ പുറപ്പെടുവിച്ചപ്പോൾ ഉണ്ടായതുപോലെ തന്നെയാണിതും. കമാന പോലെ അന്നുണ്ടായതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് എന്നാണ്. ഇന്ന ഫരീഖം മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു സംഘം, ഫരീഖ് ഒരു സംഘം, ലകാരിഹൂൻ, അവർക്കത് അരോചകമായിരുന്നു, അനിഷ്ടമായിരുന്നു, വെറുപ്പായിരുന്നു. എന്ത്? അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള യാത്രാ സംഘത്തെ തടയാം. അബൂ സുഫിയാൻ ചില്ലറക്കാരനൊന്നുമല്ല, വലിയ തന്ത്രജ്ഞനാണ്, വലിയ നയമുള്ളയാളാണ്. അദ്ദേഹം ഇങ്ങനെ 50 പേരുള്ള കച്ചവട സംഘം ഒട്ടകത്തിൻ്റെ പുറത്ത് സാധനങ്ങളുമായിട്ട് സിറിയയിൽ നിന്ന് വരികയാണ്, മദീനയിലൂടെ മക്കത്തേക്ക് പോവുകയാണ്. അബൂ സുഫിയാൻ വെറുതെ കയ്യും വീശി ഇങ്ങനെ പോവുകയല്ല, അയാൾ നിരീക്ഷിക്കുന്നുണ്ട് പരിസരത്ത് കൊള്ളസംഘമുണ്ടോ. അന്ന് കൊള്ളസംഘം ഉണ്ടല്ലോ, അതാണല്ലോ ആദിയാത്തി ലബഹൻ ഫൽ മൂരിയാത്തി ഖദ്ഹൻ, അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായതായിരുന്നു. അങ്ങനെ കൊള്ളസംഘമുണ്ടെങ്കിൽ ഈ കൊള്ള അടിക്കപ്പെടും ഞങ്ങൾ. മദീനയിൽ മുഹമ്മദും സംഘവുമുണ്ട്. അബൂ സുഫിയാൻ ചിന്തിക്കുക, മദീനയിൽ മുഹമ്മദും സംഘവുമുണ്ട്, അവരുടെ സാന്നിധ്യം പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അപകടമാണ്. കാരണം അവരുടെ മുതലടക്കം നമ്മൾ എടുത്തിട്ടുണ്ട് അവിടെ, ഇവർ ചിലപ്പോൾ നമ്മളോട് ഇങ്ങനെ അവരും ആലോചിക്കുന്നുണ്ട്. നബി നേരത്തെ തന്നെ 2 പേരെ വഴിയിൽ അവർ പോകുന്ന വഴിയിൽ അബൂ സുഫിയാൻ എപ്പോഴാണ് വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ. ഈ വിവരം ഇത് രണ്ടും ഒരുപോലെ സംഭവിക്കും. അബൂ സുഫിയാൻ നബിനെ നിരീക്ഷിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയും നിരീക്ഷിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരീക്ഷകരെ അബൂ സുഫിയാൻ കണ്ടുമുട്ടിയപ്പോൾ തന്നെ അബൂ സുഫിയാന് ബോധ്യമായി ഇത് അപകടമാണ്. അയാൾ ഖുറൈശികൾക്ക് സന്ദേശം അയച്ചു, മെസ്സേജ് കൊടുത്തു വിട്ടു, ഒരാളെ മുന്നിലേക്ക് ഓടിച്ചു വിട്ടു, 450 കിലോമീറ്റർ ഓടണം. ഇവിടെ മുഹമ്മദും സംഘവും ഒരുപക്ഷെ നമ്മുടെ നമ്മുടെ കച്ചവട സംഘത്തെ തടഞ്ഞേക്കും, സഹായം വേണമെന്ന് ദൂതനെ പറഞ്ഞയച്ചുകൊണ്ട് അബൂ സുഫിയാൻ എന്ത് ചെയ്തു? വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ടു സംഘവും.
50ൻ്റെ അടുത്ത് വരുന്ന ആളാണ് അവരുള്ളത്. വേറെ വഴിയിലൂടെ രക്ഷപ്പെട്ടു എന്ന് ഉറപ്പായപ്പോൾ മദീനയുടെ അതിർത്തി കടന്നു, ഇനി മുഹമ്മദിൻ്റെ സംഘവുമായി നമുക്ക് നേരിടേണ്ടി വരില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അയാൾ മക്കയിലേക്ക് വേറൊരാളെ പറഞ്ഞയച്ചു. ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു, ഇനി മദീനയിലേക്ക് നിങ്ങൾ ആളെ പറഞ്ഞേക്കേണ്ടതില്ല, ആളെ പറഞ്ഞേക്കരുത്, ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു, ഇനി നിങ്ങൾ ഇങ്ങോട്ട് ആളെ പറഞ്ഞേക്കണ്ട. പക്ഷെ അബൂജഹൽ അടങ്ങിയിരുന്നില്ല. അബൂജഹൽ പറഞ്ഞു, ഇത് രണ്ടാലൊന്ന് തീരുമാനിച്ചിട്ട് തന്നെ കാര്യം. മുഹമ്മദ് സംഘം അത്രക്കായോ? അവരപ്പോഴേക്കും സൈന്യ സജ്ജീകരണം നടത്തി. എല്ലാവിധ ആഡംബരങ്ങളുമായിട്ട് അവർ മദീനയുടെ നേരെ പുറപ്പെട്ടു. പിന്നെ നബിയും സംഘവും കച്ചവട സംഘത്തെ പിടികൂടാൻ വേണ്ടി പുറപ്പെടുമ്പോൾ അവർക്ക് വളരെ യാദൃച്ഛികമായി അള്ളാഹു നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തതാണൊക്കെ അവർക്ക് ബദറിലേക്ക് പോകേണ്ടി വരികയാണ്. അപ്പോൾ അവർ യുജാദിലൂനക്ക് ഫിൽ ഹക്ക്, അപ്പോഴും ഈ സത്യത്തിൻ്റെ വിഷയത്തിൽ, ന്യായത്തിൻ്റെ വിഷയത്തിൽ നബിനോട് അവർ തർക്കിക്കുക. നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണോ? മരിക്കാൻ പോകുകയല്ലേ, മരിക്കാനാണ് പോവുകയാണ്. നമ്മൾ എത്ര ആളാണുള്ളത്? ആകെ 313 ആൾ, 314, 317 വരെ ചർച്ച ഉണ്ട്. 314 കൂട്ടെ നമ്മൾ 314 പേര്. അവരന്വേഷിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ എത്ര പേർക്കാണ്, അവർ എത്ര ഒട്ടകത്തിന് ഒരു ദിവസം അറക്കാനുള്ള ഒട്ടകമൊക്കെ ആയിട്ടാണ് വരുന്നത്. അവരൊരു ദിവസം 10 ഒട്ടകത്തിന് വരെ അറക്കുന്നുണ്ട് ഭക്ഷണത്തിന്. 100 ആൾക്ക് ഒരൊട്ടകം എന്നുള്ള കണക്ക് കൂട്ടി 10, അപ്പോൾ എത്ര ആളുണ്ടാവും? 1000 ആളുണ്ടാവും എന്ന് കണക്ക് കൂട്ടുകയാണ്. ഈ 1000 ആളെ നേരിടാൻ ഈ 300 ചില്ലാനം ആൾക്കാർ, 314 ആൾക്കാർ. അപ്പോൾ അതറിഞ്ഞ ദുർബല വിശ്വാസികൾക്ക് വലിയ ആശങ്ക ഉണ്ടായി. അതാണ് ഇനി പറയുന്നത്, യുജാദിലുനക ഫിൽ ഹഖി, ന്യായത്തിൻ്റെ കാര്യത്തിൽ അവർ താങ്കളോട് തർക്കിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിക്കുന്നത് അള്ളാഹു ആണെന്നും നബിയുടെ കാര്യങ്ങളൊക്കെയും തീരുമാനിക്കുന്നത് അള്ളാഹു ആണെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് പ്രവാചകനെ നയിക്കുന്നതെന്നുമുള്ള വിഷയം അവരുടെ ഓർമ്മയിൽ വരാതെ പോവുക. അതുകൊണ്ടാണ് നേരത്തെ കച്ചവട സംഘത്തെ നിരീക്ഷിക്കുവാനും പിടികൂടുവാനും തീരുമാനിച്ചപ്പോഴും ഒരു സംഘം എതിർപ്പ് പ്രകടിപ്പിച്ചു, അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. ഇപ്പോൾ ബദറിലേക്ക് പുറപ്പെടുമ്പോഴും ബദറിലേക്ക് പുറപ്പെടണമെന്ന് അള്ളാഹുവിൻ്റെ വഹയി കിട്ടുകയാണ്. മദീനയിൽ നിന്ന് 150-160 കിലോമീറ്റർ ദൂരത്തേക്കാണ് പോകുന്നത്. അവർക്ക് 300 കിലോമീറ്റർ ദൂരമുണ്ട് മക്കത്തുനിന്ന് വരാൻ ബദറിലേക്ക്. അപ്പോൾ അപ്പോഴും യുജാദിലുനക ഫിൽ ഹഖി, ആ ന്യായമായ കാര്യത്തിലും അല്ലെങ്കിൽ സത്യം ബോധ്യമായിട്ടും അവർ തർക്കിക്കുക. എന്തിനാ തർക്കിക്കുന്നത്? അവരുടെ ഭീരുത്വം, പേടിയാണ്. ബഅദമാ തബയ്യന, അവർക്ക് വ്യക്തമായി, കാര്യങ്ങൾ വ്യക്തമായ ശേഷം സത്യം പ്രവാചകൻ്റെ അടുത്താണെന്നും പ്രവാചകനെയും സംഘത്തെയും മക്കയിൽ നിന്ന് പീഡിപ്പിച്ച് ഉപദ്രവിച്ച് പറഞ്ഞയച്ചതാണെന്നും ഒക്കെ അവർക്ക് അറിയാം. നമ്മളുടെ സമ്പത്ത് അവരുടെ കൈവശമാണുള്ളത്. എന്നാലും അതാണ് യുജാദിലൂനക ഫിൽ ഹഖ് ബഅദമാ തബയ്യന, വ്യക്തമായതിനു ശേഷവും അവർ സത്യത്തിൻ്റെ കാര്യത്തിൽ, ന്യായത്തിൻ്റെ കാര്യത്തിൽ താങ്കളോട് തർക്കിക്കുന്നു. കഅന്നമാ തർക്കിക്കാറിനാൽ നബിനെ തർക്കിച്ച് തോൽപ്പിക്കാനും പരാജയപ്പെടുത്താനും എന്നല്ല, അവരുടെ അഭിപ്രായ വ്യത്യാസം അവർ പ്രകടിപ്പിക്കുകയാണ്. പക്ഷെ നബി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പിന്നെ നബി പിന്നോട്ട് പോലും, അള്ളാഹുവിൻ്റെ തീരുമാനമാണത്. അപ്പോൾ ബഅദമാ തബയ്യന കഅന്നമാ യുസാഖൂന ഇലൽ മൗത്തി, സീക്ക വസീഖല്ലദീന കഫറു, നമ്മൾ സൂറത്തു സുമറിൽ കേട്ടിട്ടില്ലേ, 71-ാമത്തെ ആയത്തിൽ, വസീഖല്ലദീന കഫറു ഇലാ ജഹന്നമ സുമറ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ, ദാഹാർത്ഥരായി വെള്ളം കുടിക്കാൻ പോകുന്നത് പോലെ കുറ്റവാളി ഇലാ നരകത്തിലേക്ക് നമ്മൾ തെളിച്ചു കൊണ്ടുപോകും. സൂറത്ത് മറിയമിൽ വന്നിട്ടുണ്ട്. അതേപോലെ സൂറത്തു സജദയിൽ നമ്മൾ ഓതലില്ലേ, അൻആമുകളെ നമ്മൾ നയിച്ചു കൊണ്ടുപോകും. അവിടെ സാക്ക എന്നുള്ള വാക്കാണ്. അവിടെ കഅന്നമാ യുസാഖൂന ഇലൽ മൗത്തി, മരണത്തിലേക്ക് തെളിക്കപ്പെടുന്നത് പോലെയാണ് അവർ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത്. വഹും യൻളുറു, നോക്കിയിരിക്കെ, വഹും അവർ യൻളുറു നോക്കുന്നു. എന്തിനെ? മരണത്തിനെ. മരണം മുന്നിൽ കാണുന്നത് പോലെ അവർ അനിഷ്ടം പ്രകടിപ്പിക്കുകയാകുന്നു. അപ്പോൾ ഈ സംഭവം സൂചിപ്പിക്കുന്നത് വിശ്വാസികളിലെ വിശ്വാസത്തിന് വേണ്ടത്ര കരുത്ത് പ്രാപിച്ചിട്ടില്ലാത്ത ആൾക്കാർ രണ്ട് കാര്യത്തിലും, കച്ചവട സംഘത്തെ അവരുടെ മുതൽ നമുക്ക് പിടിച്ചെടുത്താലോ എന്ന് ചർച്ച വന്നു അതിന് പുറപ്പെടുമ്പോൾ അതിലും താല്പര്യമില്ല. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം അവർ രക്ഷപ്പെട്ടു.
അള്ളാഹുവിൻ്റെ തീരുമാനമാണ് അതൊക്കെയും. പക്ഷേ ബദറിൽ പോരാടേണ്ടി വരും. ഖുറൈശികൾ ഇങ്ങോട്ട് വരികയാണ്. ഖുറൈശികൾ എന്ന് പറഞ്ഞാൽ ഖുറൈശികളിലെ പടയാളികൾ. അപ്പോൾ അവരോട് പോരാടേണ്ടി വരും എന്ന് വന്നപ്പോൾ ആ വിഷയത്തിലും അവർക്ക് അനിഷ്ടമുണ്ടായി. അതൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള അനിഷ്ടങ്ങൾ നിങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ ഗനീമത്ത് യുദ്ധമുതലുകളുടെ വിഷയത്തിൽ അനിഷ്ടം പ്രകടിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ തർക്കിച്ചതുപോലെ അവർ കിട്ടിയവരെടുക്കാൻ ശ്രമിക്കുന്നത് പോലെ അന്നും ഉണ്ടായിട്ടുണ്ട്. ആ വിഷയത്തിലും ഈ വിഷയത്തിലുമൊക്കെ അള്ളാഹുവാണ് തീരുമാനമെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് നിങ്ങൾ അന്ന് അംഗീകരിക്കേണ്ടത് ഇരുന്നത്, ഇന്നും നിങ്ങളത് അംഗീകരിച്ചിരിക്കണം എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഒന്നുകൂടെ അർത്ഥം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. കമാ അഖ്റജക റബ്ബുക മിൻ ബൈതിക, താങ്കളുടെ വീട്ടിൽ നിന്ന് താങ്കളുടെ നാഥൻ നിങ്ങളെ പുറപ്പെടുവിച്ചപ്പോൾ ഉണ്ടായതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത് എന്നർത്ഥം. ഇന്ന ഫരീഖം മിനൽ മുഅ്മിനീന ലകാരിഹൂൻ, വിശ്വാസികളിലെ ഒരു സംഘം അവർക്ക് അത് വെറുപ്പായിരുന്നു. ലകാരിഹൂൻ, വെറുക്കുന്നവരായിരുന്നു. യുജാദിലൂനക ഫിൽ ഹഖ്, സത്യത്തിൻ്റെ വിഷയത്തിൽ അവർ താങ്കളോട് മുജാദല നടത്തുന്നു. സൂറത്തുൽ മുജാദലയൊക്കെ അല്ലേ, തർക്കം എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, തർക്കിക്കുന്നവൾ എന്നും. യുജാദിലൂനക്ക, അവർ താങ്കളോട് തർക്കിക്കുന്നു. മുജാദില അല്ലെങ്കിൽ മുജാദല എന്നൊക്കെ ആ സൂറയ്ക്ക് പേരുണ്ട്. തർക്കിക്കുകയാണ്. ഫിൽ ഹഖ്, സത്യത്തിൻ്റെ വിഷയത്തിൽ ബഅദമാ തബയ്യന, അവർക്ക് ബോധ്യമായതിനു ശേഷം, സത്യം ബോധ്യമായിട്ടും അവർ താങ്കളോട് തർക്കിക്കുന്നു. അന്നമാ യുസാഖൂന ഇലൽ മൗത്തി, അവർ മരണത്തിലേക്ക് തെളിക്കപ്പെടുന്നത് പോലെ. വഹും യൻദുറൂൻ, അവർ നോക്കുന്നു, മരണത്തെ നോക്കിക്കാണുന്നത് പോലെ. എന്നിട്ട് അതിലേക്ക് ഞങ്ങളെ പ്രവാചകൻ നയിക്കുകയാണ് എന്നതുപോലെയാണ് അവർ താങ്കളുടെ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുന്നത്. അതാണ് ഒരു ഏകദേശ വിശദീകരണം. ബാക്കി നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഖുർആൻ പഠിക്കുവാനും അള്ളാഹുവിൻ്റെ നിർദ്ദേശം പൂർണ്ണമായി പാലിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നായകനാക്കി ജീവിക്കുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.